പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ ബില്ലാണ്. ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. പക്ഷെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയില്ല, മരണപ്പെട്ടു പോയി. പുറത്തേക്ക് വന്നിട്ടുള്ള അവർ കൊടുത്തിട്ടുള്ള ഒരു ബില്ലാണ്. ബിൽ തുകയും അഡ്മിറ്റ് ചെയ്ത തീയതിയൊക്കെ ഞാൻ പറയാം. ദയവായി ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം. മുഴുവൻ ആൾക്കാർക്കും കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. എന്താ കാരണം എന്നറിയാം? എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നമുക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ. ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കൊന്നാലും ശരി, തട്ടിയാലും ശരി, ആത്മഹത്യ ചെയ്താലും ശരി, നമുക്കിനി ഇങ്ങോട്ട് തിരിച്ചുവരവില്ല. അതുകൊണ്ട് ദൈവം തമ്പുരാൻ, പ്രകൃതി, പ്രപഞ്ചം എന്താന്ന് വെച്ചാൽ അത് നമുക്ക് തന്നിട്ടുള്ള ആ ആയുസ് തീരുന്നത് വരെ നമുക്കിവിടെ സമാധാനത്തോടെ ജീവിക്കണം. അതാണല്ലോ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നടക്കുന്നത് നമ്മളെ കൊല്ലുകയാണ്, കൊള്ളയടിക്കാം. കൊള്ളയടിക്കാൻ വേണ്ടി കൊല്ലുകയാണ്. എന്നിട്ട് അത് മറ്റുള്ളവരുടെ മണ്ടയിൽ എടുത്തു വെക്കുകയാണ്. അതാണ് എനിക്ക് ഈ ഹോസ്പിറ്റൽ വെച്ച് ബില്ല് വെച്ച് എടുത്ത് പറയാനുള്ളത്. ഇനി മീഡിയ വണ്ണിൽ വാർത്ത, അത് കേൾപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചാനലുകൾ, അത് മീഡിയ വൺ ആയാലും റിപ്പോർട്ടർ ആയാലും 24 ആയാലും ആരായാലും, ഇനി ഏഷ്യാനെറ്റ് ആയാലും ആരായാലും, നമ്മൾ ഇതൊക്കെ കാണുന്നവരാ. ഈ കാണുന്നവർ അവർ സത്യസന്ധമായി നമുക്ക് വാർത്ത തരുന്നു, വസ്തുനിഷ്ഠമായി നമുക്ക് വാർത്ത തരുന്നു എന്നാണ് നമ്മുടെ വൈപ്പ്. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഇല്ലേ? എന്നാൽ വാർത്തകൾ സത്യം മറച്ചു വെച്ചുകൊണ്ട് അർത്ഥസത്യങ്ങളോ അല്ലെങ്കിൽ അസത്യങ്ങളോ നമുക്ക് തന്നുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ നമുക്ക് വാർത്തകൾ തന്നുകൊണ്ടിരുന്നാൽ നമ്മളും അസത്യം വിശ്വസിക്കും. എന്നിട്ട് അതാണ് സത്യമെന്ന് കരുതും. ഇവിടെ മീഡിയകൾക്ക് ചില അജണ്ടയുണ്ട്. അതായത് അവർക്ക് ചില ടാർഗറ്റുകളുണ്ട്, അവർക്ക് കാശ് കൊടുക്കുന്ന ചിലരുണ്ട്. അവർക്ക് വേണ്ടി ആരെ കൊല്ലാനും കൂട്ടുനിൽക്കും, ആരെ കൊന്നാലും കൂട്ടുനിൽക്കും, ഏത് നിലയിലും കൂട്ടുനിൽക്കും. അത്തരത്തിൽ മീഡിയ വണ്ണിന്റെ ഒരു വാർത്താ ശകലം ഞാനൊന്ന് കേൾപ്പിക്കാം. തൃശൂരിൽ അക്യൂപഞ്ചർ പ്രസവത്തെ തുടർന്ന് യുവതിക്ക് ദാരുണാന്ത്യം. ചാവക്കാട് സ്വദേശിയായ എന്ന യുവതിയുടെ 7ാം പ്രസവത്തിനിടെയാണ് മരണം സംഭവിച്ചത്. പ്രസവത്തെ തുടർന്ന് യുവതിക്ക് അണുബാധയുണ്ടായി. യുവതിയുടെ ഭർത്താവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ല എന്ന വിവരവും വരുന്നു. ചാവക്കാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ്. നോക്കൂ, ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിൽ ഒരു സ്ത്രീ നിന്നിട്ട്, സ്വന്തം ഭാര്യ നിന്നിട്ട്, അയാൾ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്ന് മാത്രമല്ല, ചികിത്സ നിഷേധിച്ചു എന്നാണ് പറയുന്നത്. മീഡിയ വണ്ണിന്റെ വാർത്തയാണ്, തീർന്നില്ല, ഒരല്പം കൂടെ കേൾക്കാനുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വിലയിലേക്ക് വരാം. അക്യൂപഞ്ചർ ഒരു ചികിത്സാ രീതി പോലും ആണോ എന്ന് പലരും സംശയിക്കുന്ന ഒരു കാലത്ത് ഒരു സ്ത്രീയെ പ്രസവത്തിന് വിധേയാക്കുമ്പോൾ അക്യൂപഞ്ചർ വഴി പ്രസവം നടത്തിക്കളയാം എന്ന് കരുതുന്ന ഒരു കുടുംബം, അത് കൈവിട്ടു പോകുമ്പോൾ ആ സ്ത്രീയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറാകാത്ത ഭർത്താവ്. നോക്കൂ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. 2 ആരോപണങ്ങൾ. ഒന്ന്, അക്യുപഞ്ചർ ഒരു ചികിത്സാ വിധിയാണോ എന്ന് പോലും സംശയം. ആദ്യം അതിനൊരു തീരുമാനമാക്കാം. ഇന്ത്യയില് അക്യുപഞ്ചർ ഒരു പക്ഷെ ആവൂല. അതിന്റെ കാരണം ഞാൻ പിന്നീട് പറയാം. ചൈനയില് അക്യുപഞ്ചർ 2ാമത്തെ ചികിത്സയാണ്. അതായത് 1ാമത്തത് അലോപ്പതിയാണ്. ഏത്? കൊലോപ്പതി അല്ല, അലോപ്പതി. ഇവിടുത്തെ മോഡേൺ മെഡിസിന്റെ ചികിത്സ, അതായത് ശരിക്കുള്ള ചികിത്സ. നല്ല മരുന്ന് കിട്ടും, ആവശ്യത്തിനെ മെഡിസിൻ ഉണ്ടാകുള്ളൂ, ആവശ്യത്തിനെ കീറിമുറിക്കുള്ളൂ, ആവശ്യത്തിനെ എല്ലാം ഉള്ളൂ, ഇല്ലെങ്കിൽ വിവരം അറിയും. മനസ്സിലായില്ലേ? അതായത് യഥാർത്ഥ അലോപ്പതി ചികിത്സ അവിടെ ലഭിക്കും. അത് കൂടാതെ 2ാമത്തെ ഒരു ഓപ്ഷനായിട്ട് അവിടെ അക്യുപഞ്ചറും ഉണ്ട്. അക്യുപഞ്ചർ മാത്രമല്ല, മറ്റു ചില വൈദ്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടും, അലോപ്പതിയും അക്യുപഞ്ചറുടെ മിക്സ് ആയിട്ടും ഒക്കെ അവിടെ ആശുപത്രിയിൽ ചികിത്സിക്കുന്നുണ്ട്. അവിടെ അക്യുപഞ്ചർ ഒരിക്കലും അശാസ്ത്രീയമല്ല. ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയെക്കാളും കൂടുതലാണ് ചൈന. അവിടെ ഈ അക്യുപഞ്ചർ എന്ന് പറയുന്നത് ശാസ്ത്രീയമാണ്. പിന്നെ ഇവിടെ എന്തുകൊണ്ട് അശാസ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ യഥാർത്ഥ അലോപ്പതി നമുക്ക് ലഭ്യമാകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ അക്യുപഞ്ചർ അശാസ്ത്രീയമാകുന്നത്. നമ്മളൊക്കെ അലോപ്പതി ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊലോപ്പതി ചികിത്സയാണ്. അതായത് മരുന്ന് വ്യാപാരമാണ്, മരുന്ന് കച്ചവടമാണ്. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ, ലോകത്ത് ഏറ്റവും കൂടുതൽ മെഡിസിൻ ചെലവഴിക്കപ്പെടുന്ന സ്ഥലം കാലിഫോർണിയ ആണെന്നുണ്ടെങ്കിൽ, ലോകത്തെ 2ാമത്തെ സ്ഥലം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിലെ 1ാമത്തെ സ്ഥലം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശുപത്രി ഉള്ളത് നമ്മുടെ കേരളത്തിലാണ്. ലോകത്തൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇത്ര കുറഞ്ഞ ഏരിയയിൽ ആശുപത്രി ഉള്ളത് നമ്മുടെ കേരളത്തിലാണ്. അതായത് ഏറ്റവും കൂടുതൽ മരുന്ന് വ്യാപാരം നടക്കുന്നത് കൊലോപ്പതി മേഖലയിലാണ്, അതായത് നമ്മുടെ കേരളത്തിലാണ്. മറ്റുള്ളിടത്തൊക്കെ അലോപ്പതിയാണ്. ഇതാണ് വ്യത്യാസം. കേരളത്തിൽ അത് കൊലോപ്പതിയാണ്. അങ്ങനെ കൊലോപ്പതിയും മറ്റുള്ളവരും കൂടെ ചേർന്നിട്ട് ഈ ഒരു ചികിത്സാ സംവിധാനത്തെ അശാസ്ത്രീയമെന്ന് ഇവരെ വിലയിരുത്തി വെക്കുന്നു. ഈ കൊലോപ്പതിക്കാരുടെ കാശ് വാങ്ങുന്ന ഇവരെ പോലെയുള്ളവർ അതിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അതിന്റെ വസ്തുത. ഇനി നമുക്ക് ആ മരണവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് വസ്തുത എന്ന് നോക്കാം. എന്റെ അറിവ് ശരിയാണെങ്കിൽ, ഈ മരണപ്പെട്ട ആ പെൺകുട്ടിക്ക് ഒരുപാട് വർഷം മുമ്പ്, ബാല്യം മുതൽ തന്നെ അസുഖമുള്ള ഒരു കുട്ടിയാണ്. അതായത് ചർമ്മരോഗങ്ങളുണ്ട്, മറ്റ് അണുബാധ സംബന്ധിച്ചുള്ള രോഗങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഈ മരണം സംഭവിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ അതിന്
ശരീരത്തിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ചെറിയ പഴുപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ ചികിത്സിക്കുന്നുണ്ടായിരുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നേരത്തെയുള്ള എല്ലാ പ്രസവവും ആശുപത്രിയിൽ, ഈ പറയുന്ന കൊലോപ്പതി ആശുപത്രിയിൽ തന്നെയാണ് നടന്നത്. ഈ അവസാനത്തെ ഈ പ്രസവം മാത്രമാണ് വീട്ടിൽ നടന്നത്. അപ്പൊ ചോദിക്കും അതുകൊണ്ടല്ലേ മരിച്ചതെന്ന്. അല്ല, ആദ്യത്തെ ഇതിനു മുമ്പ് പ്രസവം അലോപ്പതി ആശുപത്രിയിൽ പ്രസവിച്ചിട്ടുള്ള കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. അവിടെ ആശുപത്രിയിൽ നിന്ന് കുട്ടി മരണപ്പെട്ടു പോയ സംഭവം ഇതേ ആൾക്ക് തന്നെ ഉണ്ട്. അത് പോരാഞ്ഞിട്ട് മറ്റൊരു കുട്ടിക്ക് ജന്മന അതിന് ചില ഹൃദയ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചില കുട്ടികൾക്കൊക്കെ ഹോൾ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഉണ്ടായി വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയാൻ വയ്യ. അതൊക്കെ ചിലത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഭേദമാകും, ചിലത് ഒരു 1-2 വയസ്സ് വരെ ജീവിച്ചു മരിക്കും. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു 2 വയസ്സ് വരെയൊക്കെ സാധാരണ ഒരു ആയുസ് ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞു. കുറെയൊക്കെ അവർ ചികിത്സിച്ചു, നടക്കില്ല. മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെതായ പ്രയാസമുണ്ട്. നമുക്കറിയാലോ, അലോപ്പതി മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ചില മരുന്നുകൾ കഴിച്ചാൽ അത്രത്തോളം ക്ഷീണമാണ്, സഹിക്കാൻ പറ്റൂല, താങ്ങാൻ പറ്റൂല. അമ്മാതിരിയാണ് അത് ആ ഒരു മരുന്നിന്റെ ഒരു എഫക്ട് എന്ന് പറയുന്നത്. അത് മരിക്കാൻ പോകുന്ന ഒരു കുട്ടി അതിനെ അങ്ങോട്ട് കഷ്ടപ്പെടുത്തണ്ടെന്ന് വെച്ചിട്ട് അവരെന്ത് ചെയ്തു, ആ ട്രീറ്റ്മെന്റ് നേരെ അക്യുപഞ്ചറിലേക്ക് മാറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ മരിച്ചു പോകുന്ന പറഞ്ഞ കുട്ടി എന്തായാലും 5 വർഷം വരെ ജീവിച്ചു. ഒരു 3 വർഷം ബോണസ് കിട്ടി. പക്ഷെ ആ മരണപ്പെടുന്നത് വരെ അത് സന്തോഷത്തോടെ വേദന ഇല്ലാതെ ജീവിച്ചു. അത് നേരത്തെ മരണപ്പെടേണ്ടതാണ്, അതിന്റെ ശാരീരിക സ്ഥിതി അങ്ങനെയാണ്. പക്ഷെ എങ്കിലും അത് ഈ ഭൂമിയിൽ അതിന് ആയുസ് അനുവദിക്കുന്നത് വരെ അത് പിന്നീട് സന്തോഷത്തോടെ ജീവിച്ചു. ഇങ്ങനെ 2 മരണം അവിടെ നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. മൂന്നാമത്തേതാണ് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ജനുവരി ഫസ്റ്റ് വീക്കിലാണ് ഡെലിവറി നടക്കുന്നത്. ഈ വാർത്തകൾ കേട്ടാൽ തോന്നും 2 ദിവസം മുമ്പ് പ്രസവിച്ചു, 3-ാമത്തെ ദിവസം ഇവർ മരിച്ചു എന്നാണ് കേൾക്കുക. ജനുവരി ഫസ്റ്റ് വീക്കില്, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 6-ാം തീയതിയോ 7-ാം തീയതിയോ ദിവസങ്ങളിലാണ് ഈ പ്രസവം നടക്കുന്നത്. ആ പ്രസവത്തിന് ശേഷം അവർ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി മറ്റ് കല്യാണങ്ങളിലും മറ്റു കാര്യങ്ങളിലും എല്ലാം പങ്കെടുത്തിരുന്നു. യാതൊരു വിഷയമില്ലാതെ പങ്കെടുത്തിരുന്നു. പക്ഷെ എങ്കിലും അവരുടെ പഴയ അസുഖം മറ്റു കാര്യങ്ങളും അവരെ അലട്ടുന്നുണ്ടായിരുന്നു. ഒരു രോഗിയെ പോലെ തന്നെയായിരുന്നു അവർ, അല്ലെങ്കിൽ രോഗി തന്നെയായിരുന്നു അവർ. പക്ഷെ ഇതിനിടയിൽ വലിയൊരു അത്യാഹിതം സംഭവിച്ചു. ഈ കുട്ടി, അതായത് ഇപ്പോ ഈ പ്രസവിച്ചു എന്ന് പറഞ്ഞ ആ കുട്ടി രാത്രിയിലോ മറ്റോ പാല് കുടിച്ചിട്ട് കിടക്കുന്ന സമയത്ത് പാല് തൊണ്ടയിൽ കുടുങ്ങി. ഇപ്പൊ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. എന്താണ് അവസ്ഥ എന്നറിയില്ല. അങ്ങനെ ഒരു ഹതഭാഗ്യയായ ഒരു മാതാവായി ഇത് മാറി. ആ കുട്ടി മരണപ്പെട്ടു പോയി. അത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രി പോസ്റ്റ്മോർട്ടം മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഒരു നോർമൽ ഡെത്താണ് എന്നാണ് ആ ഡോക്ടർമാർ വിധി എഴുതിയത്. അതുകൊണ്ടാണല്ലോ അത് പോസ്റ്റ്മോർട്ടം ചെയ്യാറുന്നത്. ഏതായാലും അത്തരത്തിൽ ഒരു മരണം കൂടി അവിടെ നടന്നിട്ടുണ്ട്. അത് ഈ മീഡിയ വണ്ണോ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അത്തരത്തിൽ ആ കുട്ടി മരണപ്പെട്ടു. അതിനുശേഷം ഇവർ വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമായിരുന്നു. പക്ഷെ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഏതൊക്കെ നിലയിൽ അവരെ സംരക്ഷിക്കാൻ പറ്റുമോ ആ സംരക്ഷണം എല്ലാം ഈ ഭാര്യയ്ക്ക് കൊടുത്തിരുന്നു എന്ന് ആ ഭാര്യ തന്നെ നേരത്തെ ഏതാണ്ട് ഒരു മാസം മുമ്പ് അതിന്റെ മരണം എടുത്തു, അല്ലെങ്കിൽ ഇനി അധികാലം ഉണ്ടാവില്ല എന്നൊരു പക്ഷെ അത് മനസ്സിൽ തോന്നിയിട്ടുണ്ടാകാം. തന്റെ ഭർത്താവ് ക്രൂശിക്കപ്പെടരുത് എന്ന ആഗ്രഹത്തോടുകൂടി ഒരു വോയിസ് നോട്ട് കൂടി റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു ആ പെൺകുട്ടി. അസ്സലാമലൈക്കും. നീയാണ് ഇപ്പം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നതും നീ തന്നെയാണ്. നീ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കഷ്ടപ്പെടണ, എന്തെങ്കിലും ഡോക്ടറെ കാണിക്കണ, എന്തെങ്കിലും ചെയ്യണ എന്നൊക്കെ ഉള്ളത്. അപ്പോഴൊക്കെ ഞാൻ നിന്നോട് പറയാണ് ചെയ്തേക്കണത്, ഇത് ശരിയാവും, ഇൻഷാ അല്ലാഹ്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പഴുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന ലെവലിൽ ഞാൻ നിന്നോടാണ് സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷനില്ല. നീ എന്നെ നോക്കുന്നിടത്തോളം കാലം വേറെ ഒരു ഓപ്ഷനും അൽഹംദുലില്ലാഹ് ഇല്ല. ഇതിൻ്റെ പേരിൽ നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്ക് പൊരുത്തുള്ള കാര്യമല്ല കേട്ടാ. ഇൻഷാ അല്ലാഹ് എൻ്റെ മോൻ എന്നെ നല്ല നിലയിൽ തന്നെയാണ് നോക്കിയേക്കണത്. ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒരു ഭർത്താവ് ഭാര്യയെ നോക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ലെവലിൽ നീ എന്നെ കെയർ ചെയ്ത് കൊണ്ടുപോയിട്ടിട്ട് എൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചതും ഞാൻ തന്നെയാണ്. അല്ലാണ്ട് നീ ഒന്നും എന്നിൽ അടിച്ചേൽപ്പിച്ചിട്ടുമില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇത് നീ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനൊരു വോയിസ് റെക്കോർഡ് ചെയ്യാന്നുള്ള ലെവലിൽ ആണെന്നുണ്ടെങ്കിൽ അതുമല്ല. ഇൻഷാ അല്ലാഹ് ഇബ്രാഹിമേ, നീ ഒരിക്കലും എന്നെ നോക്കാതിരിക്കുകയെ, എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ടിരിക്കുകയെ, എന്നെ ബുദ്ധിമുട്ടിക്കുകയും എന്നെ കഷ്ടപ്പെടുത്തുകയും ഒന്നും ചെയ്തിട്ടില്ല.
നീ എന്നെ നല്ല നിലയിൽ നോക്കിയിട്ട് തന്നെ ഉള്ളൂ. ഒരിക്കലും ഞാൻ എനിക്കെന്തെങ്കിലും സംഭവിക്കുകയോ എനിക്കെന്തെങ്കിലും ആവുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നീ ഒരിക്കലും കുറ്റക്കാരനല്ല. നിനക്കെതിരെ ഒരാൾക്ക് തിരിയാൻ ഒരു വകുപ്പ് പോലും ഇല്ല. കാരണം ഒരു സൂചിമുനയുടെ അത്ര പോലും നിനക്കെതിരെ തിരിയാനായിട്ടില്ല. കാരണം നീ അത്ര പെർഫെക്റ്റ് ആണ്. നീ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുള്ളത്, എനിക്ക് കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരിക്കലും നിനക്കെതിരെ എൻ്റെ എന്തെങ്കിലും പ്രശ്നം ഒരിക്കലും നിനക്കെതിരെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വോയിസ് നീ അവരെ കേൾപ്പിച്ചു കൊടുക്കണം കേട്ടാ. ഒരിക്കലും നീ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് എനിക്കെന്താ പറയണ്ടേന്ന് അറിയണില്ല. എന്താ പറഞ്ഞു വെക്കുക. ഇനി അപ്പം ഞാനിനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും വേറെ ലെവലിൽ വ്യാഖ്യാനിക്കുമോ എന്നൊക്കെ ഒരു പേടി എനിക്ക് നല്ല പോലെ ഉണ്ട്. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന ലെവലിൽ ഞാൻ പറയുകയാണ്, ഇബ്രാഹിമെ നീ എന്നെ നല്ല നിലയിൽ നോക്കിയിട്ടേ ഉള്ളൂ. നീ ഒരിക്കലും എൻ്റെ ഇതിൽ നീ ഒരിക്കലും എന്നെ ഉപദ്രവിക്കുകയോ എന്നെ കഷ്ടപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ്. ഇനി എന്തുകൊണ്ടാണ് കൊലോപ്പതി ആശുപത്രിയിൽ പോകാതിരുന്നത് അതും കൂടെ പറയണമല്ലോ. അതായത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു, മറ്റു പല രോഗങ്ങളുണ്ടായിരുന്നു, അലോപ്പതി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അത്തരത്തിൽ അലോപ്പതി ചികിത്സ നടത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ മരുന്നുകൾ അതികഠിനമാണ്, താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചികിത്സാ വിധിയിൽ നിന്ന് അവർ മാറി. അങ്ങനെ മാറി അവർ ഈ ട്രീറ്റ്മെന്റ് തുടർന്നു. അതിൽ വലിയ ആശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞു ആ യുവതി മരണപ്പെടുന്നത് എന്നാണ് 2 ദിവസം മുമ്പ്. അങ്ങനെ ആ പ്രസവത്തിലെ കുട്ടിയും ഇപ്പോ 2 ദിവസം മുമ്പ് ഈ പെൺകുട്ടിയും ഈ മാതാവും മരണപ്പെട്ടു. ഇനി ഈ മാതാവ് മരണപ്പെട്ടതാണ് ഇപ്പോഴത്തെ വിവാദ വിഷയം. അതായത് പ്രസവാനന്തരം മരണപ്പെട്ടു. ഏകദേശം ജനുവരി ഫസ്റ്റ് വീക്കിൽ പ്രസവിച്ചിട്ട് ഇത്രയും നാള് ഈ പ്രസവത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ളതുണ്ടായിരുന്നു, അണുബാധ ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെ വിവാദം ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊക്കെ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വിവാദമല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഇത് 2026 ഈ മാസം ഈ പെൺകുട്ടിയെ ഈ മരണപ്പെട്ട ഈ മാതാവിനെ കഴിഞ്ഞ 15-ാം തീയതി രാത്രി 10:45 ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം ഇതിന്റെ ബില്ല് ലാസ്റ്റ് ബില്ല് വന്നിട്ടുള്ളതാണ്. ആ ബില്ലിന്റെ തീയതി എന്ന് പറയുന്നത് 18/3/2026 2:55 ഉച്ചയ്ക്ക്, അതായത് 15-ാം തീയതി രാത്രി 10:30 മണിയോടുകൂടി 10:45 മണിയോടുകൂടി അഡ്മിറ്റ് ചെയ്തിട്ട് 18-ാം തീയതി ഉച്ചയ്ക്ക് റിലീസ് ചെയ്തു. മരണപ്പെട്ടുപോയി. ഇനി മരണകാരണം ഒന്ന് അന്വേഷിക്കണമല്ലോ. മരണകാരണം അന്വേഷിക്കണ്ടേ? അക്യുപഞ്ചർ സൂചി കുത്തിയിട്ടാണോ അതോ കൊലോപ്പതി മരുന്ന് കഴിച്ചിട്ടാണോ എന്ന് നമുക്കിപ്പോ ഒന്ന് നോക്കണം. നോക്കൂ നിങ്ങൾ, ഇതിനകത്ത് മെഡിക്കൽ ബില്ലായിട്ട് കാണിക്കുന്ന കുറേ സംഗതിയുണ്ട്. പിന്നെ കാഷ്വാലിറ്റിയിൽ 1260 രൂപ അവിടുത്തെ ബില്ല് വന്നിട്ടുണ്ട്. ICU നഴ്സിംഗ് ചാർജസ് എല്ലാം കൂടി ഒരു 12,600 രൂപ. 15-ാം തീയതി രാത്രി 10:45 മുതൽ 18-ാം തീയതി ഉച്ചയ്ക്ക് വരെയുള്ള റേറ്റാണ് പറയുന്നത്, 12,600 രൂപ. പിന്നെ ലാബ് 19,843 രൂപ ലാബ്. പിന്നെ അതേഴ്സ് എന്താണെന്ന് അറിയില്ല. അതേഴ്സ് എല്ലാം കൂടി ഒരു 15,530 രൂപ. പിന്നെ പാത്തോളജി ഉണ്ട്, അത് ചെറിയ പൈസയേ ഉള്ളൂ. ഫാർമസി, ഇതാണ് എന്നെ ഞെട്ടിച്ചത്. അതായത് ആരോഗ്യം നശിച്ച് ബോഡി, വലിയ ആരോഗ്യമില്ലാത്തൊരു ബോഡി, അത്രത്തോളം ബുദ്ധിമുട്ടുന്ന സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ള, അലർജിയുള്ള, അത്തരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അത്രത്തോളം ക്ഷീണിതയായിട്ടുള്ള ഒരു യുവതിയെ എമർജൻസി പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ 2 ദിവസം കൊണ്ട് 15-ാം തീയതി വൈകുന്നേരം രാത്രി 10:45 ശേഷം പിറ്റേന്ന് അത് കഴിഞ്ഞ് 18-ാം തീയതി ഉച്ചവരെ കഴിച്ചിട്ടുള്ള മരുന്നിന്റെ തുക എത്ര എന്ന് പറയും നിങ്ങൾക്ക്? 86,550 രൂപ ഫാർമസിയിൽ. 86,550 രൂപ 27 പൈസ. 2 ദിവസം കൊണ്ട്, 2.5 ദിവസം കൊണ്ട് 86,000 റുപ്യന്റെ മരുന്ന് തിന്നെന്ന് പറഞ്ഞാൽ ഈ മരുന്ന് പോരെ ആ ആള് തട്ടിപ്പോകാൻ? ഇത് വാസ്തവമാണെങ്കിൽ. പിന്നെ റേഡിയോളജി വേറെ ഉണ്ട്, എമൗണ്ട് വേറെ ഉണ്ട്. പിന്നെ മൊത്തം ബില്ലെന്ന് പറയുന്നത് അത് തീരില്ല. 1,36,441 രൂപ ബില്ല്. 2.5 ദിവസത്തെ ബില്ലാണ്. ഇത്രയും സുഖമില്ലാത്ത ഒരാൾ അവിടെ കൊണ്ട് ചെന്നിട്ട് 86,000 റുപ്യന്റെ മെഡിസിൻ തീറ്റിച്ചു എന്ന് മാത്രമല്ല, തിന്നതാണ് കേട്ടോ, മെഡിസിൻ ആണ്. പിന്നെ ഫാർമസിയിലെ ബില്ലാണ്.
പിന്നെ 1,36,441 രൂപ ടോട്ടൽ ബില്ല് 2.5 ദിവസം. ഈ രീതിയിൽ കൊള്ളയടിക്കുമ്പോ ഇങ്ങനെയാണ് കൊള്ളയടിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് കൊലോപ്പതി ആകാതിരിക്കുന്നത്? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അയാൾ നീഡിൽ ചെയ്തതാണോ വിഷയം, അതോ ഇവർ ഈ മെഡിസിൻ എല്ലാം കൂടി അടിച്ചു കയറ്റിയതാണോ വിഷയം? 1,36,000 റുപ്യന്റെ ബില്ല് കൊടുത്തേക്കാണ്. അഡ്മിറ്റ് ചെയ്ത തീയതി 15/3/2026 10:41 PM. ഇത് കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. എന്നിട്ട് അത് റിലീസാക്കിയ തീയതി 18/3/2026 2:55 PM. ഇതിനുള്ളിൽ 1,36,441 രൂപ ഒരു സാധുവിന്റെ കയ്യിൽ നിന്ന് ബില്ല് വാങ്ങി. ഏതാണ്ട് 86,000 രൂപ ഫാർമസിന്റെ ബില്ലുണ്ട്. വേണ്ട, ബാക്കിയുള്ള എക്യുപ്മെന്റ്സ് എല്ലാം കൂടി ചോദിക്കുക. ഒരു 50,000 രൂപയുടെ മെഡിസിൻ അവർ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ 50,000 രൂപയുടെ മെഡിസിൻ അവർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിച്ചിരിക്കുമോ? അപ്പോ ഈ അക്യുപഞ്ചറിസ്റ്റ് ആണോ കൊന്നത്, കൊലോപ്പതിയാണോ കൊന്നത്? എന്റെ ചോദ്യമാണ്. അവർ കൊന്നു എന്നല്ല ഞാൻ പറയുന്നത്. അല്ല, പറയുമ്പോ അങ്ങനെ പറയണമല്ലോ. ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത, യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാത്ത ഒരു ട്രീറ്റ്മെന്റ്. അതാണ് ഈ അക്യുപഞ്ചർ എന്ന് പറയുന്നത്. അവർക്ക് അലോപ്പതിയെ വിശ്വാസമില്ലാത്തത് നിലവിൽ സ്കിൻ ഡിസീസിനും നിലവിലുള്ള അസുഖങ്ങൾക്കും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അലോപ്പതി മരുന്ന് കഴിച്ചപ്പോഴുള്ള അവരുടെ ഒരു പ്രതിസന്ധി, പ്രയാസം. ആ പ്രയാസം അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവർക്ക് മരുന്നിനോട് താല്പര്യമില്ല. അതങ്ങനെയാണ്. ഈ മെന്റൽ ഡിസോർഡേഴ്സിന് മെഡിസിൻ കഴിക്കുന്നവരോട് ചോദിച്ചാൽ മതി മരുന്ന് കഴിച്ചാൽ സുഖം എന്താന്നുള്ളത്. അവരത് പറഞ്ഞുതരും. അവർക്ക് മറ്റേതെങ്കിലും മാർഗങ്ങളുണ്ടോ നോക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മീഡിയ വൺ സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അലോപ്പതിക്കാർ പരസ്യം തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ചാനലുകാർക്ക് നിങ്ങൾക്ക് അലോപ്പതിക്കാർ ഹോസ്പിറ്റലുകാർ പരസ്യം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് നന്ദി കാണിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പച്ച നുണ പ്രചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അസത്യം പ്രചരിപ്പിച്ചുകൊണ്ടാകരുത്. ഈ അക്യുപഞ്ചർ എന്ന് പറയുന്നത് ഈ ലോകത്ത് നിലനിൽക്കുന്ന ഒരു ഫലപ്രദമായ ചികിത്സാ സംവിധാനം തന്നെയാണ്. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അത് വേണ്ടാത്തവരത് എടുക്കേണ്ട, അത്രേ ഉള്ളൂ. അലോപ്പതി ചികിത്സ വേണ്ടാത്തവരില്ലേ, ആയുർവേദം വേണ്ടാത്തവരില്ലേ, ഏത് ചികിത്സ എടുക്കണമെന്നുള്ളത് അവരവരുടെ ഇഷ്ടം. അത് മറ്റുള്ളവർ തലയിടേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഈ ഒരു പ്രചരണം തെറ്റാണ്. 2.5 ദിവസം കൊണ്ട് 1.5 ലക്ഷം രൂപ ബില്ല് ഇട്ട് ഏതാണ്ട് 86,000 റുപ്യന്റെ മെഡിസിൻ തീറ്റിച്ചിട്ട് ആ മെഡിസിൻ ഇത്രയധികം മെഡിസിൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് മരണകാരണം. മറ്റൊരു കാര്യം ആലോചിക്കേണ്ട. അല്ലാതെ ഇത്ര നീളത്തിലുള്ള കുത്തിയാൽ അറിയാത്ത ഒരു സൂചി കൊണ്ടുവന്ന് കുത്തിയെന്ന് പറഞ്ഞിട്ട് ആരും മരണപ്പെട്ടൊന്നും പോവില്ല. അതുകൊണ്ട് നുണ പ്രചരിപ്പിക്കുമ്പോ, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഇങ്ങനെ ചിലത് കൂടി ഉണ്ട് എന്ന് നോക്കണം. അല്ലെങ്കിൽ എല്ലാ വശവും കൂടി ഒന്ന് പരിശോധിച്ചിട്ട് വാർത്തകൾ ചെയ്യണം. സത്യസന്ധമായ വാർത്ത ചെയ്യണം. കാര്യം നിങ്ങളൊക്കെ പറയുന്നത് സത്യമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഓരോന്ന് പറയുന്നത്. Different angles. Don't forget to subscribe and support this channel.